Good morning, dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമസ്റ്റർ 3 2021 യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സ്പെരിമെൻ്റൽ സുവോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന പേപ്പറിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നെയിം ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് ഡക്ടിലസ് ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ്. Mention opportunities for further studies in zoology. Distinguish anthropology from entomology. What is colorimeter? Comment on normal distribution. What is probability? Define ornithology. First question, name the branch of study of ductless glands and hormones. Ductless glands are known as the endocrine glands. They secrete products such as hormones into bloodstream. They are pituitary, thyroid, parathyroid, adrenal, pineal glands. Other organs secrete hormones as a second function. Hypothalamus, thymus, pancreas, ovaries, testes, kidneys, stomach, liver, small intestine, skin, heart and placenta. ഇത് നമുക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാം. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിയർ ഓപ്ഷൻസ് ഇൻ സുവോളജി. ആസ് എ zoology career options including as a scientific writer, academic researcher, academic teacher, ecologist, media sector, companies and industries, veterinarian, wildlife conservationist, national park, wildlife sanctuary, environment consultants, marine biologist, animal nutritionist, etc. അപ്പോൾ സുവോളജിയുടെ കരിയർ ഇവിടെ അവസാനിക്കുന്നില്ല, ഇങ്ങനെ പോകുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യന് നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സുകൾ എഴുതാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ആന്ത്രപ്പോളജി? Anthropology is the scientific study of physical, social and cultural development and behavior of human beings since their appearance on this earth. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫിസിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്നിവയെക്കുറിച്ചുള്ള ബിഹേവിയർ, ഇതിനെയൊക്കെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെയാണ് നമ്മൾ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻറ്റമോളജി? Entomology is the study of insects and their relationship to human, the environment and other organisms. Entomologists make great contribution to such diverse fields such as agriculture, chemistry, biology, human animal health, molecular science, criminology and forensics. The study of insects serves as the basis for entomology. അപ്പോൾ നമുക്കറിയാം എൻറ്റമോളജി എന്ന് പറയുമ്പോൾ ഷഡ്പദങ്ങളെ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. റിലേഷൻഷിപ്പ് ടു ഹ്യൂമൻസ്. അപ്പോൾ ഈ പഠന ശാഖ കൈകാര്യം ചെയ്യുന്നവർ നമ്മൾ എൻറ്റമോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. കൂടാതെ എൻറ്റമോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പെസ്റ്റുകളെ കണ്ടുപിടിക്കുന്നതിനും അതിന് പ്രതിവിധിക്കും. അതുപോലെ കെമിസ്ട്രിയിൽ, ബയോളജി, ഹ്യൂമൻ ആനിമൽ ഹെൽത്ത് റിലേഷൻഷിപ്പിലൊക്കെ എൻറ്റമോളജിസ്റ്റ് വളരെ കോൺട്രിബ്യൂഷൻസ് തന്നുകൊണ്ടിരിക്കുന്നവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളറിമെട്രി. Colorimetry is the most common analytical technique used in biochemical estimation in clinical laboratory. It involves the quantitative estimation of color. A substance to be estimated colorimetrically must be colored or it should be capable of forming chromogens or colored complex through the addition of reagents. Colorimetry സാധാരണ അനലിറ്റിക്കൽ ടെക്നിക്കിനായിട്ട് ഉപയോഗിക്കുന്ന, ബയോകെമിക്കൽ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്ന, ക്ലിനിക്കൽ ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ്, അപ്പോൾ നമുക്ക് ഒരു വസ്തുവിലെ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കളറിമെട്രി ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കളറിമെട്രിയിൽ സാധാരണ അതിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ്. അപ്പോൾ കളേർഡ് കോമ്പൗണ്ട്, ഒരു സൊല്യൂഷൻസിനകത്തുള്ള കളേർഡ് കോമ്പൗണ്ടിൻ്റെ ക്വാണ്ടിറ്റിയെ നമുക്ക് കളറിമെട്രി ടെക്നിക്ക് വെച്ച് കണ്ടെത്താം. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് വേവ് ലെങ്ത്, ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് ആ സൊല്യൂഷൻസിലുള്ള കളേർഡ് സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റിയെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻക്രീസിങ് എനർജി അനുസരിച്ചിട്ട് ആ വേവിലുണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോമ്പൗണ്ട് ബീയിങ് മെഷേർഡ്. അപ്പം സാധാരണ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ നോർമൽ കർവ്. എ നോർമൽ കർവ് ഈസ് എ സിമെട്രിക് bell-shaped curve. Any random variable
whose graph has this characteristic shape is said to have a normal distribution. അപ്പോൾ നമുക്കറിയാം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടി തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ കർവ് നമുക്ക് ഒരു ബെൽ ഷേപ്പ് കർവായിരിക്കും. അതിൻ്റെ വേരിയബിൾസ് ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓൺ എ നോർമൽ കർവ്, ഇഫ് ദ ക്വാണ്ടിറ്റി ഷോൺ ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ rather than values of the random variable itself, then we call the curve the standard normal curve. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ്. അതിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. 50% സിമെട്രി, അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് അല്ല, പോസിറ്റീവ്ലി സ്ക്യൂഡ് അല്ല, മീൻസ് ഈക്വൽ ആയിട്ടൊരു ബെൽ ഷേപ്പിലുള്ള കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഹൈറ്റ് ഓഫ് പീപ്പിൾ, സൈസ് ഓഫ് തിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻസ്, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ്, ബ്ലഡ് പ്രഷർ, മാർക്സ് ഓൺ എ ടെസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കാണിക്കാൻ കഴിയും. ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒരു ബെൽ ഷേപ്ഡ് കർവാണ്. മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്. ആ കർവിൻ്റെ മീൻ വാല്യൂ, മീഡിയനും മോഡും ഒക്കെ തുല്യമായിരിക്കും. ഇതിൻ്റെ രണ്ട് സൈഡാണിത്, നെഗറ്റീവ്ലിയും പോസിറ്റീവ്ലി സ്ക്യൂഡ്. അതായത് ഒന്നുകിൽ ഡേറ്റയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കർവ് നെഗറ്റീവ് സൈഡിൽ ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നീങ്ങിയിരിക്കാം. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് ആ രണ്ട് വശവും പോസിറ്റീവും നെഗറ്റീവ് വശവും തുല്യമായിട്ട് 50% ഇവിടെ ഈ പിക്ചറിൽ കാണാം, തുല്യമായിട്ട് വന്നാൽ ഈ കർവ് നമുക്ക് നോർമൽ, ഇങ്ങനെയുള്ള ഡേറ്റയെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ പറയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്. അവിടുത്തെ മീനും മീഡിയനും മോഡും ഒക്കെ തുല്യമായിട്ട് വരും. അതിൻ്റെ സിമെട്രി കറക്റ്റ് സെൻട്രൽ ആയിരിക്കും. 50% വാല്യൂസ് ലെസ് ദാൻ ദ മീൻ ആൻഡ് 50% ഗ്രേറ്റർ ദാൻ ദ മീൻ, ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് ആണ് പ്രോബബിലിറ്റി. Probability of a given events in an expression of likelihood of occurrence of an event. A probability is a number which ranges from 0 to 1. അപ്പോൾ ഒരു പ്രോബബിലിറ്റി മീൻസ് സാധ്യതയാണ്. ഒരു കാര്യം, ഒരു ഈവൻറ്റ് നടക്കാനുള്ള സാധ്യത എത്രയാണ്, ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഈവൻറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഈവൻറ്റ്. അപ്പോൾ അത് നടക്കാനുള്ള ചാൻസ് കണ്ടെത്തുന്നതിനാണ്. നമ്മളിപ്പോൾ ഒരു നാണയം നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡും ടെയിലും വീഴാനുള്ള സാധ്യത, അതിനാണ് നമ്മളിവിടെ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോബബിലിറ്റിയുടെ ഒരു റേഞ്ച് ഉണ്ട്. 0-നും 1-നും ഇടയ്ക്കാണ് പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആ വാല്യൂ കിട്ടുന്നത്. 0 ആണെങ്കിൽ ആ ഈവൻറ്റ് നടക്കില്ല, 1 ആണെങ്കിൽ ആ ഈവൻറ്റ് നടക്കും. ഇങ്ങനെയാണ് പ്രോബബിലിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി വെച്ചിട്ടാണ് റെയിൻഫോളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ പഴയ നമുക്ക് കിട്ടിയ വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പ്രോബബിലിറ്റി വാല്യൂ വെച്ചിട്ട് പറയാൻ കഴിയും. സാധാരണ പ്രോബബിലിറ്റിയെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജെനറ്റിക്സ്, വെതർ, മെഡിസിൻ, ഇൻഷുറൻസ്, ഡിസീസ് ആൻഡ് ഹെൽത്ത് കെയർ, ഗാംബ്ലിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടയർമെൻറ്റ്, അത്ലറ്റിക്സ്, ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ് അസൈൻമെൻറ്റ്, ഡ്രൈവിംഗ് എബോവ് ദ പോസ്റ്റഡ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മിക്ക കാര്യങ്ങളിലും നമുക്ക് പ്രോബബിലിറ്റി വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും വാല്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓർണിത്തോളജി. ഓർണിത്തോളജി നമുക്കറിയാം, ഓർണിത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. അപ്പോൾ ബേർഡ്സ് ദാറ്റ് ഈറ്റ് അതർ ആനിമൽസ് ഓർ പ്രിഡേറ്റർ ബേർഡ്സ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫുഡ് ചെയിൻ. They keep rodents under control, helping farmers. Birds help stop the spread of some diseases. Birds spread pollen and seed to help reproduction of plants, etc. അപ്പോൾ ഇങ്ങനെ ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഓർണിത്തോളജി. Next question, microtome. Microtome is a sectioning instrument that allows for the cutting of extremely thin slices of material known as the section. Microtome are an important device in microscopic preparation. Microscopic slides, thin section നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോട്ടോം. മൈക്രോട്ടോം knives use steel, glass or diamond blades depending upon the specimen being sliced and the desired thickness of the section being cut. നമ്മൾ കട്ട് ചെയ്യാനെടുത്ത വസ്തു, ടിഷ്യൂ ടൈപ്പ്, അതനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ബ്ലേഡ്സ് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് ആ സ്പെസിമെൻ്റെ എടുക്കാൻ കഴിയും മൈക്രോട്ടോം വെച്ചിട്ട്.
ഇപ്പോൾ ഇത് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ മൈക്രോസ്കോപ്പിക് പ്രിപ്പറേഷൻ നമ്മൾ ആ മൈക്രോട്ടോം വെച്ച സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ആ സ്ലൈഡിനെ മൈക്രോസ്കോപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് അതിലെ കണ്ടൻസ് നിരീക്ഷിക്കാൻ എടുക്കുന്നത്. അപ്പോൾ മൈക്രോട്ടോം എന്ന് പറയുമ്പോൾ ഒരു സെക്ഷനിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയാണ്. സാധാരണ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിൽ നമുക്കറിയാം നമ്മുടെ ഡേറ്റയെ ടാബുലറായിട്ടും ഗ്രാഫിക്കലായിട്ടും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ടാബുലർ പ്രസൻറ്റേഷൻസിനകത്ത് വരുന്നത് സിമ്പിൾ ടേബിളും കോംപ്ലക്സ് ടേബിളുമാണ്. ചെറിയ ചെറിയ ഡേറ്റ ആകുമ്പോൾ ചെറിയ ടേബിളുകൾ, ഒത്തിരി കോംപ്ലക്സ് ഡേറ്റ ആകുമ്പോൾ കോംപ്ലക്സ് ടേബിൾ. ഇനി നമുക്ക് മറ്റൊരു വഴിയാണ് ഡേറ്റയെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ രണ്ട് ടൈപ്പിലുണ്ട്, ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ഫോർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിൽ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ലൈൻ ചാർട്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കർവ്, സ്കാറ്റർ ഡയഗ്രാം എക്സെട്ര. ഇനി ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിൽ നമുക്കതായത് ഒരാളുടെ ക്യാരക്ടർ, സ്മെല്ല്, ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ നമുക്ക് ബാർ ചാർട്ട്, പിക്ടോഗ്രാം, പൈ ചാർട്ട്, മാപ്പ് ഡയഗ്രാം ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. അതിനെ വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡേറ്റയെ ഇങ്ങനെ ഗ്രാഫിക്കലി അല്ലെങ്കിൽ ഇങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്: അട്രാക്റ്റീവ് ആൻഡ് ആൻ അപ്പീലിംഗ് ഫോം, ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഓൺ ദ ബ്രെയിൻ, കമ്പാരറ്റീവ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ഇഫക്റ്റീവ്ലി ആൻഡ് ഈസിലി മെയ്ഡ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് രണ്ട് ഡേറ്റകളെ കമ്പയർ ചെയ്യാനും മനസ്സിലാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പലതരത്തിലുള്ള പ്രസൻറ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നെയിം എ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പി. ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ സാധാരണ പലതരത്തിലുള്ള സ്റ്റെയിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ സിമ്പിൾ സ്റ്റെയിനുകളെ പറയാം. ഇപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ്, സഫ്രാനിൻ, മെത്തിലിൻ ബ്ലൂ, കാർബോ ഫുൾഷൻ, ഇതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനുകളാണ്. അപ്പോൾ സ്റ്റെയിൻ ഇല്ലെങ്കിൽ ആൻഡ് വിത്ത് നോ സ്റ്റെയിൻ ദ ഓർഗാനിസം ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സീ. അപ്പോൾ ബൈ അപ്ലൈയിങ് എ സിമ്പിൾ സ്റ്റെയിൻ കോൺട്രാസ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈസി ആയിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടി, സെല്ലുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പലതരത്തിലുള്ള സ്റ്റെയിനുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ, ബാർ ബോഡി ഐഡൻറ്റിഫിക്കേഷൻ എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കോറിംഗ് മെട്രിക്സ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്കോറിംഗ് മെട്രിക്സിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കോറിംഗ് മെട്രിക്സസ് ടെൽ ഹൗ സിമിലർ അമിനോ ആസിഡ്സ്. അപ്പോൾ സ്കോറിംഗ് മെട്രിക്സ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊക്കെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 മാർക്കിനാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ് മതിയാവും. സാധാരണ സ്കോറിംഗ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സിലുള്ള അനലിറ്റിക്കൽ ടെക്നിക്കാണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഹൗ സിമിലർ അമിനോ ആസിഡ്സ് ആർ, നമുക്ക് സിമിലറായിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്ന ഒരു ടെക്നിക്കാണ് സ്കോറിംഗ് മെട്രിസസ്. ദർ ആർ 2 മെയിൻ സെറ്റ്സ് ഓഫ് സ്കോറിംഗ് മെട്രിസസ്, പാം ആൻഡ് ബ്ലോസം. പാം ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി ഡിസ്റ്റൻസ്. പാം നമുക്ക് എവല്യൂഷണറി ഡിസ്റ്റൻസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സ്കോറിംഗ് മെട്രിസസ് ആണ്. ബ്ലോസം ഈസ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ഫംഗ്ഷൻ, സിമിലാരിറ്റി. ഇപ്പോൾ 2 അമിനോ ആസിഡുകൾ തമ്മിലുള്ള സ്ട്രക്ചർ, അവരുടെ ഫംഗ്ഷൻ തമ്മിലുള്ള സിമിലാരിറ്റി കണ്ടെത്തുന്ന ഒരു സ്കോറിംഗ് മെട്രിസസ് ആണ് ബ്ലോസം. ഇനി എന്തിനാണ് ഈ സ്കോറിംഗ് മെട്രിസസ്? സ്കോറിംഗ് മെട്രിസസ് അപ്പിയർ ഇൻ ഓൾ അനാലിസിസ് ഇൻവോൾവിങ് സീക്വൻസ് കമ്പാരിസൺ. നമുക്ക് സീക്വൻസുകൾ, അമിനോ ആസിഡ് സീക്വൻസുകളെ കമ്പയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡാണ് സ്കോറിംഗ് മെട്രിസസ്. ദ ചോയ്സ് ഓഫ് മെട്രിക്സ് ക്യാൻ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് ദ അനാലിസിസ്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള സ്കോറിംഗ് മെട്രിസസ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എങ്ങനെയുള്ള റിസൾട്ടാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. പാം വേണമെങ്കിൽ നമുക്ക് എവല്യൂഷണറി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ, 2 അമിനോ ആസിഡുകൾ തമ്മിലുള്ള എവല്യൂഷണറി ഡിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് പാം യൂസ് ചെയ്യാം. ഇനി സ്ട്രക്ചറും ഫംഗ്ഷനും ആണെങ്കിൽ ബ്ലോസം യൂസ് ചെയ്യാം. സ്കോറിംഗ് മെട്രിസസ് ഇംപ്ലിസിറ്റ്ലി represent a particular theory of relationship. അപ്പോൾ സ്കോറിംഗ് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് റിലേഷൻഷിപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ് തിയറീസ് അണ്ടർലൈങ് എ ഗിവൺ സ്കോറിംഗ് മെട്രിക്സ് ക്യാൻ എയ്ഡ് ഇൻ മേക്കിംഗ് പ്രോപ്പർ ചോയ്സസ്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഫംഗ്ഷനാണോ ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള സ്കോറിംഗ് മെട്രിക്സസ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇതിനെ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയാം.
അപ്പോൾ പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളാണ് ഈ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ. എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഡാറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ടു ആൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം സച്ച് എസ് കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ അപ്ലയൻസസ്. അപ്പോൾ സാധാരണയുള്ള ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ ആണ്, അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസ് ആണ്. എന്തിനുള്ളതാണ്? യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ടു എ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളാണ്. കൂടാതെ നമുക്ക് പറയാം, an input device allows users to communicate and feed instructions and data to computers for processing, display, storage and or transmission. സാധാരണ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് മൗസ്, കീബോർഡ്, സ്കാനർ, ജോയ്സ്റ്റിക്, ലൈറ്റ് പെൻ, മൈക്രോഫോൺ, OCR, ട്രാക്ക് ബാൾ, ബാർകോഡ് സ്കാനർ. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസിൽ വരുന്നതാണ്. ഇത് കൂടാതെ ഇത് തന്നെയാണ് സാധാരണ മൈക്രോഫോൺ, വെബ് ക്യാം, ടച്ച് സ്ക്രീൻ, സ്കാനർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ബൂട്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ബൂട്ടിംഗ് എന്താണെന്ന് നമുക്കറിയാം. ബൂട്ട് മേ റിഫേഴ്സ് ടു എനി ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ബൂട്ടിനകത്ത് പറയുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ്ലി റിഫേർഡ് ടു ആസ് എ ബൂട്ടപ്പ് ഓർ സംടൈംസ് സ്റ്റാർട്ടപ്പ്. ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പവറിംഗ് ഓൺ എ കമ്പ്യൂട്ടർ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തെ ഓൺ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് കടക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ബൂട്ടിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് പറയാം, ബൂട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ റൺ ചെയ്യുകയും അത് ഈസി ആയിട്ട് അത് കറക്റ്റായിട്ട് നോർമലൈസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബൂട്ടിംഗ് സിസ്റ്റം ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ കുറിച്ച് നോക്കാം. 1930 ഇലക്ട്രോൺ ബീംസ്, ലൈറ്റിന് പകരം ഇലക്ട്രോൺ ബീംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, മച്ച് ലോവർ വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ ബീം ദാൻ ഓഫ് ലൈറ്റ്, റിസൊല്യൂഷൻ ഈസ് ഫാർ ഹയർ. അപ്പോൾ ലോവർ വേവ് ലെങ്ത് ആണ് അപ്പോൾ ഇലക്ട്രോൺ ലൈറ്റിനെക്കാട്ടിലും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ കൂടുതലാണ്. സാധാരണ 2 ടൈപ്പിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉള്ളത്, ടെമ്മും സെമ്മും. അപ്പോൾ ടെം എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആൻഡ് സെം ഈസ് ദ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ടെം ഈസ് പ്രിൻസിപ്പലി ക്വൈറ്റ് സിമിലർ ടു ദ കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ് ബൈ സെൻഡിങ് ആൻ ഇലക്ട്രോൺ ബീം ത്രൂ എ വെരി തിൻ സ്ലൈസ് ഓഫ് ദ സ്പെസിമെൻ. ദ റെസൊല്യൂഷൻ ലിമിറ്റ് ഈസ് ലെസ് ദാൻ 0.03 നാനോമീറ്റർ. അപ്പം നമുക്ക് നോക്കാം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫങ്ഷൻ ആൻഡ് സാധാരണ പ്രിൻസിപ്പിൾ. പക്ഷേ ഇവിടെ നമ്മൾ സാധാ ലൈറ്റിന് പകരം ഇലക്ട്രോൺ ബീം കടത്തി വളരെ സ്ലൈസ് ആയിട്ടുള്ള സ്പെസിമെനിൽ കടത്തി വിടുമ്പോൾ നമുക്ക് വളരെ അതിൻ്റെ റെസൊല്യൂഷൻ വളരെ കൂടുതലായിരിക്കും സാധാ ലൈറ്റ് കടത്തി വിടുന്നതിനെക്കാട്ടിലും. ഇനി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണെങ്കിൽ വിഷ്വലൈസ് ഡീറ്റെയിൽസ് ഓൺ ദ സർഫസ് ഓഫ് സെൽസ് ആൻഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഗീവ്സ് എ വെരി നൈസ് 3D വ്യൂ. അപ്പോൾ നമുക്ക് 3D വ്യൂ കിട്ടുന്നത് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴിയാണ്. ദ മാഗ്നിഫിക്കേഷൻ ഈസ് ഇൻ ദ ലോവർ റേഞ്ച് ദാൻ ദാറ്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെക്കാളും അതിൻ്റെ ഒരു മാഗ്നിഫിക്കേഷൻ വളരെ ആ ഒരു റേഞ്ചിൽ തന്നെ, ലോവർ റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 3D വ്യൂ ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതാണ് ടെമ്മും സെമ്മും. അപ്പോൾ സെമ്മും ടെമ്മും തമ്മിലൊരു ചോദിച്ചാൽ നമുക്കിങ്ങനെ ഒരു 2 കോളമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ കഴിയും. സെമ്മ് സ്റ്റാൻഡ്സ് ഫോർ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇത് ടെം സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. യൂസ് സ്കാറ്റേർഡ് ഓർ റിഫ്ലക്റ്റഡ് ഇലക്ട്രോൺ, യൂസ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് ആണ് ടെമ്മിൽ. സെം സർഫസ് ഓഫ് ദ സാമ്പിളിലാണ്, ഇവിടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ സാമ്പിൾ ടെമ്മിലാകുമ്പോൾ. നമുക്ക് സെമ്മിൽ 3D പിക്ചേഴ്സ് കിട്ടും, ടെമ്മിലാണെങ്കിൽ 2D. ഇനി മാഗ്നിഫിക്കേഷൻ മാക്സിമം ഓഫ് 2 മില്യൺ മാഗ്നിഫിക്കേഷൻ, മാക്സിമം ഓഫ് 50 മില്യൺ മാഗ്നിഫിക്കേഷനാണ് ടെമ്മിന്. അപ്പോൾ നേരത്തെ പറഞ്ഞു സെമ്മിൽ ടെമ്മിനേക്കാളും കുറവാണ്, നമുക്ക് സർഫസിൽ 3D ആയിട്ട് എടുക്കാൻ കഴിയും. 0.4 നാനോമീറ്റർ ആണ് സെമ്മിൽ, ഇതിൽ 0.5 ആങ്സ്ട്രോം ആണ്. അപ്പം ഇങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാലും അത് മതിയാകും. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാൽ ഇറ്റ് ഷോസ് ദ വേരിയേഷൻ ഇൻ ഡാറ്റ. If the data is close together, the standard deviation will be small. If the data is spread out, the standard deviation will be large. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാമ്പിളിംഗ് പോയി ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ഡാറ്റയെ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു പോണ്ടിലെ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് നമ്മൾ എല്ലാ ദിവസവും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ആ ഡേറ്റകളെല്ലാം തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ക്ലോസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്, വലിയൊരു വേരിയേഷൻ ഇല്ല. അങ്ങനെയാകുമ്പോൾ അതിനെയാണ് ആ മീൻ വാല്യൂസ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വേരിയബിള് നമ്മളെ സാമ്പിൾ ചെയ്ത ആ ഡേറ്റ തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ല.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഡേറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്മോളാണ്. എന്നാൽ ഡേറ്റ തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ എടുത്ത സാമ്പിളിങ്ങിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലാർജ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഡാറ്റകൾ തമ്മിലുള്ള വേരിയേഷനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഓഫൺ ഡിനോട്ടഡ് ബൈ ദ ലോവർ ഗ്രീക്ക് ലെറ്റർ സിഗ്മ. അപ്പോൾ നമ്മൾ ഒരു ഗ്രീക്ക് ലെറ്ററായ സിഗ്മ കൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, എസ് വെച്ചിട്ട് എഴുതാം. എസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. എസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ആണ് എസ്. ആൻഡ് sigma means sum of and x each value in the data set, x bar mean of all values in the data set and n number of values in the data set. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സാമ്പിളിൻ്റെ ഈ ഒരു ഇക്വേഷനും കൂടെ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്രൊമാറ്റോഗ്രഫി. Chromatography is a technique for separating mixtures into their components in order to analyze, identify, purify and or quantify the mixture of components. അപ്പോൾ ക്രൊമാറ്റോഗ്രഫി നമുക്കൊരു മിക്സ്ചർ ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ ഓരോരോ മോളിക്യൂൾസ് ആയിട്ട് പാർട്സ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ്സ് എ സെപ്പറേഷൻ ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മിക്സ്ചർ ഓഫ് സാമ്പിളിൽ നിന്ന് ഓരോ സാമ്പിളായിട്ട് കമ്പോണൻസ് ആയിട്ട് നമുക്കതിനെ വേർതിരിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ആ ഓരോ സാമ്പിളിൻ്റെയും കമ്പോണൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനെ പ്യൂരിഫൈ ചെയ്യാം, അതിനെ ക്വാണ്ടിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക്. സാധാരണ ഒരുപാട് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ഉണ്ട്. 2 മാർക്കിന് നമ്മൾ കുറച്ചുകൂടെ എഴുതണം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ്: പേപ്പർ ക്രൊമാറ്റോഗ്രഫി, thin layer chromatography, gel chromatography, column chromatography, ion exchange chromatography, gel filtration chromatography, gas liquid chromatography, affinity chromatography, column etc. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ സെപ്പറേഷൻ ഓഫ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ഡ്രഗ്, ഹോർമോൺസ് ആൻഡ് വൈറ്റമിൻ. It helps for the qualitative and quantitative analysis of complex mixtures. The technique is also useful for the determination of molecular weight of protein. കൂടാതെ ഇത് ഫാർമസ്യൂട്ടിക്കൽസ് അനാലിസിസിനും ബിവറേജ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫോറൻസിക് സയൻസ്, എൻവയോൺമെൻറ്റൽ അനാലിസിസിനൊക്കെ നമുക്ക് ഈ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്റോഗ്രാം. A histogram is a vertical bar graph in which each interval is represented by the width of the bar and the frequency is represented by the height of the bar. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഈസ് ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ആദ്യം നമുക്ക് പറയാം, ഒരു ഡേറ്റയുടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് ഹിസ്റ്റോഗ്രാം. അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നമ്മൾ എടുത്താൽ ആ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ടൂളാണ് ഈ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ ഗ്രാഫായിട്ടാണ് നമുക്ക് നമ്മുടെ ഡേറ്റയെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് ഇൻ്റർവലായിട്ടുള്ള ഒരു ഡേറ്റയെ അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീക്വൻസി മീൻസ് എണ്ണം. അപ്പോൾ ഏതോ ഒരു ഡേറ്റ അത് 91 100 വയസ്സുള്ള പീപ്പിൾസ് ആണെങ്കിൽ അത് 6 പേര്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ 81 90 ഇടയിലുള്ള 8 പേര്. അപ്പോൾ 71 80 ഇടയിൽ വയസ്സുള്ള 11 പേര്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലാസ് ഇൻ്റർവലുള്ള ഡേറ്റ അതിൻ്റെ നമ്പറും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് സ്കോർ ഓഫ് 32 സ്റ്റുഡൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല എക്സാമ്പിൾസ് നമുക്ക് വെച്ചിട്ട് ഈ ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഹിസ്റ്റോഗ്രാമിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ടു ഡിസ്പ്ലേ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ വാല്യൂ ഇൻ എ റിലേറ്റീവ്ലി സിമ്പിൾ ചാർട്ട്. വലിയ ഡേറ്റയെ നമുക്ക് സിമ്പിൾ ചാർട്ടിൽ വെച്ചിട്ട് പറയാൻ പറ്റും. ടു ടെൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഒക്യുറൻസ്. അപ്പം നമുക്ക് ഇവിടെ റിലേറ്റീവ് ഫ്രീക്വൻസി പറയാൻ കഴിയും. To easily see the distribution of data, to see if there is variation in the data, to make future predictions based on the data. ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് പറയാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെൻസസ് വേഴ്സസ് സാമ്പിൾ. It obvious that when the whole population is taken into account, data collection is called census method. നമ്മൾ കംപ്ലീറ്റ് പോപ്പുലേഷനെ കൗണ്ട് ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ്. whereas a small group that is representative of the entire population is used, it is called sample method. ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം നമ്മൾ എടുക്കുന്നതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ സെൻസസ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്, വേറെ സാമ്പിളിംഗ് ഈസ് ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. നമുക്കറിയാം ഇതൊരു ടാർഗറ്റ് ഈ പോപ്പുലേഷനെ കുറിച്ച് മൊത്തം പഠിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഒരു കുറച്ച് സാമ്പിളിംഗ് എടുത്ത് കുറച്ച് സാമ്പിൾസിൻ്റെ ഡേറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് സെൻസസും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊരു സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ മെത്തേഡാണെന്ന് നമുക്ക് ആദ്യം തന്നെ പറയണം. അടുത്തൊരു ക്വസ്റ്റ്യനാണ് നൾ ഹൈപ്പോത്തസിസ് എന്താണ്? Null hypothesis is a form of hypothesis that is deemed true until proven wrong based on experimental data. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. അതായത് രണ്ട് ഗ്രൂപ്പ് അവർ തമ്മിൽ ഉള്ള ഡിഫറൻസിനെ നമുക്ക് ഡിഫറൻസ് ഇല്ല എന്ന് നമ്മൾ പറയുകയാണ്. പക്ഷേ എക്സ്പെരിമെൻ്റൽ ഡേറ്റ പ്രൂവ് ചെയ്ത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് വെച്ചിട്ട് നമ്മളെടുത്ത നൾ ഡേറ്റ ശരിയോ തെറ്റോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കളർ ഹാസ് നോ ഇഫക്റ്റ് ഓൺ പ്ലാന്റ് ഗ്രോത്ത്. ഇതൊരു നൾ ഹൈപ്പോത്തസിസ് ആണ്. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ട്രൂ ഹൈപ്പോത്തസിസ് ആണ് ലൈറ്റ് കളർ അഫക്റ്റ് പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ ലൈറ്റും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കളർ ഹാസ് നോ ഇഫക്റ്റ് ഓൺ പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു എക്സ്പെരിമെൻ്റലി. ലൈറ്റ് കളർ എഫക്ട്സ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ലൈറ്റ് അത്യാവശ്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസിനെ നമുക്ക് H0 എന്ന് ഡിനോട്ട് ചെയ്യാം. എന്നാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ H1 എന്നോ HA എന്നോ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് മീൻസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണതൊരു ദ വാല്യൂ ഓഫ് എ പോപ്പുലേഷൻ ഓർ പാരാമീറ്റർ ഈസ് ഈക്വൽ ടു സം ക്ലെയിംഡ് വാല്യൂ. അപ്പോൾ ഇവിടെ ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്ററിൻ്റെ ഒരു വാല്യൂ നമ്മൾ ചില ക്ലെയിംഡ് വാല്യൂയായിട്ട് നമ്മൾ പറയുകയാണ്, അങ്ങനെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിങ്ങനെ പറയുകയാണ്. ദ പ്രഡിക്ഷൻ ദാറ്റ് ദർ ഇസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. പക്ഷേ നൾ ഹൈപ്പോത്തസിസിൽ നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് പറയുമ്പോൾ ആ വേരിയബിളുമായിട്ട് ആ പറഞ്ഞ കാര്യത്തിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല. അതാണ് നൾ ഹൈപ്പോത്തസിസ്, ട്രൂ അല്ല. ബട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അങ്ങനെയല്ല. അതിന് നമുക്ക് H1 എന്നോ HA എന്നോ ഡിനോട്ട് ചെയ്യാം. എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ പാരാമീറ്റർ ഹാസ് എ വാല്യൂ ദാറ്റ് സം ഹൗ ഡിഫേഴ്സ് ഫ്രം ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അത് നൾ ഹൈപ്പോത്തസിസുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാം. ദ പ്രഡിക്ഷൻ ദാറ്റ് ദർ ഈസ് എ മെഷറബിൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വേരിയബിൾ. നമുക്ക് ആ വേരിയബിൾസ് തമ്മിലുള്ള മെഷർ ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു വാല്യൂ നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വെച്ചിട്ട്. ഇപ്പം നമുക്ക് നോക്കാം. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇഫക്റ്റ് ഓഫ് ബയോ ഫെർട്ടിലൈസർ എക്സ് ഏതെങ്കിലും ആയിക്കോട്ടെ ഓൺ എ പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയുകയാണ് ഈ ബയോ ഫെർട്ടിലൈസർ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. നമ്മൾ എക്സ്പെരിമെൻ്റലി അത് തെളിയിച്ചു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റിസർച്ച് ട്രൈസ്റ്റ് അത് കറക്റ്റാണ്. നമുക്ക് ബേസ്ഡ് ഓൺ ദ റിസർച്ച് വാല്യൂ, ആ ഗ്രോത്ത് നടന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ തെളിയിച്ചു. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എന്നാൽ ഇവിടെ നൾ ഹൈപ്പോത്തസിസ് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബയോ ഫെർട്ടിലൈസർ എക്സ് ഡു നോട്ട് ഇൻക്രീസ് പ്ലാന്റ് ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നില്ല എന്നാണ്. പക്ഷെ നമ്മളത് എക്സ്പെരിമെൻ്റലി തെളിയിച്ചു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വഴി. ഇപ്പം നമ്മൾ എക്സ്പെരിമെൻ്റലി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ ചെയ്തപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിൽ അങ്ങനെ വേരിയേഷനൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് പറയാം നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന്. പക്ഷേ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടി. നമുക്ക് ഈ ബയോ ഫെർട്ടിലൈസർ മൂലം പ്ലാന്റിൻ്റെ ഗ്രോത്ത് കൂടി. അപ്പോൾ നമുക്ക് പറയാം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ, നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് സയൻറ്റിഫിക്കലി എല്ലാ എക്സ്പെരിമെൻറ്റുകളെയും ഹൈപ്പോത്തസിസിൻ്റെ ബേസിസിലാണ് നമ്മൾ തെളിയിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് എപ്പിക്കൾച്ചർ. എപ്പിക്കൾച്ചർ ഈസ് ദ ബീ കീപ്പിംഗ് ഓർ റെയറിംഗ് ഓഫ് ഇൻസെക്ട് ബീ. ദ മെയിൻ റീസൺ ഫോർ ബീ കീപ്പിംഗ് ഈസ് ടു പ്രൊഡ്യൂസ് ഹണി. Bee honey is a natural sweetener easily digestible by children and adults. It provides an incredible punch of vitamin, minerals, enzyme, protein and amino acids. Beekeeping advantage is an income generation activity, has a positive ecological consequences. Bee play an important role in the pollination of many flowering plants, increasing the yield of certain crops such as sunflowers and various fruits. Honey is delicious and highly ന്യൂട്രീഷ്യസ് ഫുഡ്. അപ്പോൾ നമുക്ക് എപ്പിക്കൾച്ചറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യനാണ് മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്.
അപ്പോൾ മീൻ, മീഡിയൻ, മോഡ്, റേഞ്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. മീൻ എന്ന് വെച്ചാൽ ഇസ് ദ ആവറേജ് ഓഫ് ദ നമ്പർ. ആഡ് ദ നമ്പേഴ്സ് ടുഗദർ ഡിവൈഡ് ബൈ ഹൗ മെനി നമ്പേഴ്സ് വെയർ ആഡഡ്. അപ്പോൾ ഒരു മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയ ഡാറ്റയെ കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ആ കിട്ടിയ ടോട്ടലിനെ ആ നമ്പർ ഓഫ് വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മീൻ. അതാണ് ആവറേജ് നമ്പർ വാല്യൂ ആണ്. മീഡിയനോ ദ മിഡിൽ നമ്പർ ഓഫ് ദ സീക്വൻസ്. ദ മീഡിയൻ ഇസ് ദ മിഡിൽ നമ്പർ വെൻ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ബൈ സൈസ്. For an even number of numbers, the median is the average of the two numbers in the middle. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാ സെറ്റിൽ മിഡിൽ നമ്പർ 6 ആണ്. അപ്പോൾ നമുക്കതിനെ ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യും. സൈസ് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ നമ്പറിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ മോഡ് ദ നമ്പർ ഓഫ് ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഓഫൺ. കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പറാണ് നമ്മൾ മോഡ്. അതായത് find the numbers that occurs most often in the sequence. There may be more than one. ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പറിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. There are 2, 5 and 1 of each of the other number. നമുക്കറിയാം, ഈ എക്സാമ്പിൾ നോക്കിയാൽ മറ്റ് നമ്പറുകളെല്ലാം ഓരോന്നേ ഉള്ളൂ, പക്ഷെ 5 കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തു വന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത നമ്പറിനെയാണ് നമ്മൾ മോഡായിട്ട് എടുക്കുന്നത്. The mode is 5. And the range, the difference between the lowest and highest value, അതിനാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. Subtract the smallest number from the largest number. ഇവിടെ ഏറ്റവും വലിയ നമ്പർ 12ൽ നിന്ന് കുറഞ്ഞ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റേഞ്ച്. The range is 9. അപ്പോൾ ഇതാണ് മീൻ, മീഡിയൻ, മോഡും റേഞ്ചും തമ്മിലുള്ള വേരിയേഷൻ. അപ്പോൾ ഇത് എക്സാമ്പിൾ കോട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. These all are the biostatistical methods ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പല സാമ്പിളിംഗ് ടെക്നിക്ക്, സാമ്പിളിങ്സിൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, നമ്മൾ എടുക്കുന്ന ഡേറ്റയുടെ മീനും, മീഡിയൻ, മോഡും റേഞ്ചും ഒക്കെ നമുക്ക് കണ്ടെത്താൻ ഈ ടെക്നിക്ക് വെച്ചിട്ട് കഴിയും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മോളിക്കുലർ വിഷ്വലൈസേഷൻ ടൂൾ. അപ്പോൾ ദർ ആർ നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ് ബോത്ത് ഫ്രീ ആൻഡ് കൊമേഴ്ഷ്യൽ ആർ അവൈലബിൾ ടു വിഷ്വലൈസ് ദ ബയോമോളിക്കിൾസ്. നമുക്കറിയാം ബയോമോളിക്കിൾസ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ഇതൊക്കെയാണ് ബയോമോളിക്കിൾസ്. ഈ ബയോമോളിക്കിൾസിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ളതും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതുമായ സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ വിഷ്വലൈസേഷൻ ടൂൾസ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്രീ സോഫ്റ്റ്വെയർ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയറുകളാണ് റാസ്മോൾ, കൈം, മോൾ, പ്രോട്ടീൻ എക്സ്പ്ലോറർ, കൈൻമേജ്, CN3D ഒക്കെ. അപ്പോൾ നമുക്കിവിടെ റാസ്മോളിനെ കുറിച്ച് തന്നെ പറയാം. ഇങ്ങനെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. നമ്മൾ റാസ്മോളിനെ കുറിച്ച് അടുത്ത സെക്ഷനിലോട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഇനിയുള്ളത് ഓട്ടോ റേഡിയോഗ്രഫി, ലിനക്സ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും വാറണ്ടിയാണ്. അതിനുശേഷം 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബയോ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. യൂസ്ഡ് ടു വിഷ്വലൈസ് ദ റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് സബ്സ്റ്റൻസ് ഓർ മോളിക്കിൾസ് ഓർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മോളിക്കിൾസ്. ഇറ്റ് യൂസസ് എക്സ്റേ ഓർ ഫോട്ടോഗ്രാഫിക് ഫിലിം ടു ഡിറ്റക്ട് റിലേറ്റീവ് പൊസിഷൻസ് ആൻഡ് ഇൻറ്റൻസിറ്റീസ് ഓഫ് റേഡിയോ ലേബിൾഡ് ബാൻഡ് ഇൻ എ ജെൽ ഓർ ബ്ലോട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഓട്ടോ റേഡിയോഗ്രഫിയുടെ വിശദമായ നോട്ട്സ് ഞാൻ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ പിന്നാലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു ബയോ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസും വർക്കിംഗ് പ്രിൻസിപ്പിൾസും ഒക്കെ ഈ വിശദമായ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുക. അടുത്തതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് വിച്ച് സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ അണ്ടർ എ ലൈസൻസ് ദാറ്റ് മീറ്റ്സ് the open source definition. This permit users to use, change and improve the software and now redistribute it in modified or unmodified form. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ആ സോഴ്സിൽ നിന്ന് അതിനെ ഈസി ആയിട്ട് എടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇങ്ങനെയുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ലിനക്സ്. It's a set of programs that manage computer hardware sources and provide common service for application software. അപ്പോൾ ലിനക്സിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് കെർണൽ ആപ്ലിക്കേഷൻസ്. അതിനകത്ത് വരുന്നതാണ് കെർണൽ. അതിനകത്ത് CPU, മെമ്മറി, ഡിവൈസും ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. വാറണ്ടി മീൻസ് എ വാറണ്ടി ഈസ് എ റിട്ടൺ ഗ്യാരണ്ടി issued to the purchaser for a product by its manufacturer agreeing to repair or replace it in necessary within a specific period of time. എന്നാൽ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഗ്യാരണ്ടി ഈസ് എ പ്രോമിസ് or assurance that something is of specific quality or that it will perform satisfactorily for a given length of a time. ഇതാണ് ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ്. വാറണ്ടി മോർ സ്പെസിഫിക് ആയിരിക്കും, ഗ്യാരണ്ടി സാധാരണ ജനറൽ ആയിട്ടുള്ളതാണ്. ഇതൊരു റിട്ടൺ പ്രോമിസാണ് വാറണ്ടി, മേ ബി റിട്ടൺ ഓർ ഓറൽ. ചില സമയങ്ങളിൽ ഗ്യാരണ്ടി എഴുതി കിട്ടാറുണ്ട്. ഇത് ഫോർമലാണ്, ഇത് ലെസ് ഫോർമലാണ്. അപ്പം നമുക്ക് പിന്നെ ഇതിൽ നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി എത്ര നാളാണെന്ന് നമ്മൾ ചോദിക്കും. അതിൻ്റെ ഗ്യാരണ്ടി നമ്മൾ ഉറപ്പ് വരുത്തും 100% ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞതാണ് ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ളൊരു ഡിഫറൻസ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഫാസ്റ്റ. അപ്പോൾ ഇറ്റ് ഈസ് എ സീക്വൻസ് അനാലിസിസ് ടൂളാണ് സിമിലർ ടു ബ്ലാസ്റ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ W.R. പിയേഴ്സൺ ആൻഡ് ലിപ്മാൻ and this algorithm can be accessed from EBI site. Fast given better result for nucleotide sequence than protein. Fast P is the protein sequences. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഫാസ്റ്റയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഫാസ്റ്റ ബ്ലാസ്റ്റ് പോലെ തന്നെയുള്ള ഒരു സീക്വൻസ് അനാലിസിസ് ടൂളാണ്. അപ്പോൾ ഇതിൻ്റെയും ക്ലാസ് റൂമിൽ വിശദമായ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ കുറച്ച് ഫാസ്റ്റയുടെ സെയിലിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഫാസ്റ്റ മേ കണ്ടെയ്ൻ ഗ്യാപ്സ്, ഫാസ്റ്റ ഇൻ റാപ്പിഡ് റാൻഡം ആംപ്ലിഫിക്കേഷൻ, പ്രോട്ടീൻ അനാലിസിസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫാസ്റ്റ ഈസ് വർക്കിംഗ് ഓൺ ദി ബേസിസ് ഓഫ് ഫാസ്റ്റ അൽഗോരിതം ഡെവലപ്ഡ് ബൈ ഫ്രെഡി ആൻഡ് ബാർട്ടൺ. Program can be run locally or by sending query sequence to the FASTA email server. Program achieve a high level of sensitivity of similarity search at high speed. FASTA is not guaranteed to find best alignment between the query and database. അപ്പോൾ ഇത് ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ സെയിലിയൻ ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് ഫാസ്റ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അവരുമായിട്ട് അതിൻ്റെ പ്രോഗ്രാമറുമായിട്ട് നമുക്ക് സംശയങ്ങൾ മെയിൽ ചെയ്യാനും ഒക്കെ അതിനൊക്കെയുള്ള അവസരമുണ്ട്. സാധാരണ ഫാസ്റ്റ യൂസ് ചെയ്യുന്നത് നമുക്കൊരു സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, അതിൻ്റെ ഒരു ഫൈലോജനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്, DNA മാപ്പിംഗ് ചെയ്യുന്നതിന്, ബയോകെമിക്കലിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന്, പ്രോട്ടീൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കുന്നതിന്, എവല്യൂഷൻ ഓഫ് എ സ്പീഷീസിനെ കുറിച്ച് പഠിക്കുന്നതിന്, മ്യൂട്ടേഷനെ കുറിച്ച് പഠിക്കാം, കാൽക്കുലേറ്റിംഗ് മോളിക്കുലർ വെയ്റ്റ്, സ്റ്റഡിയിങ് അറ്റോമിക് കമ്പോസിഷൻ, നോയിങ് അമിനോ ആസിഡ് കമ്പോസിഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് ഫങ്ഷൻ ഓഫ് സീക്വൻസ്, കമ്പാരിസൺ ഓഫ് DNA എന്നിവയ്ക്കൊക്കെയാണ് ഫാസ്റ്റ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് tRNA ആണ്. അപ്പോൾ അതിൻ്റെയും നോട്ട് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ tRNA കുറിച്ച് പറയുമ്പോൾ അത് ടൈപ്സ് ഓഫ് RNA പറയണം, RNA എന്താണെന്ന് നമ്മൾ പറയണം. പിന്നെ നമ്മൾ ഒരു tRNAയുടെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ അക്സെപ്റ്റർ ആമുണ്ട്, T ലൂപ്പ്, വേരിയബിൾ ലൂപ്പ്, ആൻറ്റി കോഡോൺ റീജിയൻ, D ലൂപ്പ് എന്നിവയെക്കുറിച്ചൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.